ഇന്ത്യക്ക് മേൽ അമേരിക്ക പ്രഖ്യാപിച്ച 50% തീരുവ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതിന് പിന്നാലെയുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും കനത്ത തീരുവ താങ്ങാനാകാതെ ഇന്ത്യയിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങളും ഓർഡർ റദ്ദാക്കലൊക്കെ നേരിട്ട് തുടങ്ങിയെന്ന് തന്നെയാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റഷ്യയുമായുള്ള വ്യാപാരം അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി അമേരിക്ക എടുത്തു പറയുന്നത്. അതിൽ നിന്ന് പിന്നോട്ടില്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്നും പിന്നോട്ടില്ല, കനത്ത തീരുവയിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് അമേരിക്കയും ഉള്ളത്. ഇത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇന്ത്യയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ പല ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ പല എപ്പിസോഡുകളും നമ്മൾ പല തരത്തിൽ അല്ലെങ്കിൽ പലതവണ വിശദീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ അത് പരിശോധിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് വീണ്ടും നമ്മൾ നോക്കുന്നത്. ഈ ഉരുട്ടടി അത് കനത്ത തിരിച്ചടിയാകുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അജിം സർ, ഇനി ഇതിനൊരു പരിഹാരമില്ലേ? ഇതിന് പരിഹാരമില്ല. അതായത് ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ വൈകി എന്നുള്ളതാണ് ഇതിൽ കാണുന്നൊരു പ്രശ്നം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപിൻ്റെ ഒന്നാമത്തെ ടേമിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസിയും അതുപോലെ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസിയൊക്കെ അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ട്രേഡ് വാർ അദ്ദേഹം ആദ്യത്തെ ടൈമിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ചൈനയുമായി ട്രേഡ് വാർ ഉണ്ടായിരുന്നു ആ തുടക്കത്തിൽ. അപ്പോൾ ട്രംപിൻ്റെ ഒരു പോളിസി എന്താണെന്നുള്ളത് ലോകം മുഴുവൻ അറിയാം. ഇപ്പോൾ ഹൗഡി മോഡി നടത്തിയതുകൊണ്ടോ നമസ്തേ ട്രംപ് നടത്തിയതുകൊണ്ടോ ആ പോളിസിയിൽ മാറ്റം വരില്ല എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ ഇന്ത്യ വൈകിപ്പോയി. അതാണ് ഇവിടെ കാണുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഒന്നാം ടൈമിൽ ഉണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ട് ഇന്ത്യ ഒരു കരുതൽ സ്വീകരിച്ചു എന്ന് വെച്ചാൽ ഒട്ടും കരുതൽ സ്വീകരിച്ചില്ല. രണ്ടാം ടൈം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പോളിസി കുറേ കൂടി അഗ്രസീവായി അദ്ദേഹം നടപ്പാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ മുമ്പ് ഹൗഡി മോഡിയിൽ കെട്ടിപ്പിടിച്ചതോ അല്ലെങ്കിൽ നമസ്തേ ട്രംപ് നടത്തി പാട്ടുപാടിയതൊന്നും ഈ ഡിപ്ലോമസിയിൽ പ്രസക്തമേ അല്ല, ഒന്നും വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ട്രംപ് അങ്ങനെയാണ്. ട്രംപ് വളരെ ഇറാഷണലായിട്ട് പെരുമാറുന്ന ആളാണ്, വളരെ സ്പോണ്ടേനിയസ് ആണ്. അതുകൊണ്ട് നമുക്കത് കരുതാൻ പറ്റിയില്ല എന്നൊക്കെ ഒരു ന്യായം പറഞ്ഞാൽ പോലും ഇവിടെ നേരിടുന്ന ഒരു പ്രശ്നം, ഇപ്പം കേരളത്തിന് ഇത് ബാധിക്കുന്ന, കേരളത്തിലെ ചെമ്മീൻ കയറ്റുമതിയാണ് ഇപ്പോൾ ബാധിക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ ഫേസ്ബുക്കിൽ എഴുതി കണ്ടു, ഇനി ഇന്ത്യക്കാർ കുറച്ച് നല്ല ചെമ്മീൻ കഴിക്കട്ടെ, നല്ലതൊക്കെ അങ്ങോട്ട് അയക്കുമായിരുന്നല്ലോ, നമുക്ക് പക്ഷെ അങ്ങനെ നിസ്സാരവൽക്കരിക്കാവുന്ന ഒരു പ്രശ്നമല്ല. ഇന്ത്യയുടെ GDP-യുടെ 1% ഈ ഫിനാൻഷ്യൽ ഇയറിൽ 25-26 ഫിനാൻഷ്യൽ ഇയറിൽ കുറയും. നമുക്ക് 1% എന്നൊക്കെ പറയുമ്പോൾ വളരെ നിസ്സാരമാണ്. ആ 1% ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, അമേരിക്കയിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ ബഹുഭൂരിഭാഗവും തൊഴിലാളികൾ ധാരാളമായി പണിയെടുക്കുന്ന സെക്ടറാണ്. ടെക്സ്റ്റൈൽ, അതുപോലെ ഫുട്വെയർ, ജം, അതായത് മീൻസ് ഡയമണ്ട് കട്ടിങ്, അങ്ങനെയുള്ള അമേരിക്കൻ എക്സ്പോർട്ടിൻ്റെ ബഹുഭൂരിഭാഗം ഇന്ത്യയിൽ അത് തൊഴിലാളികൾ ചെയ്യുന്ന, മെഷീൻ ചെയ്യുന്ന പണിയല്ല, തൊഴിലാളികൾ ചെയ്യുന്ന പണി ചെയ്യുന്നവരാണ്. അതിനർത്ഥം ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ പോവുകയാണ്. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ 40 വർഷത്തെ ഏറ്റവും കൂടുതലുള്ള അവസ്ഥയിൽ നിന്ന സമയമാണ്. അവിടെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലിൽ നിന്ന് നിഷ്കാസിതരാകും, തൊഴിൽ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഇപ്പോൾ നമുക്കതിനെ ഞാൻ ആദ്യം പറഞ്ഞു, ഈ ട്രംപിൻ്റെ ഈ ഒരു നിലപാട് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വരും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ നേരത്തെ തന്നെ ഇതിന് തയ്യാറെടുപ്പെടുത്തില്ല എന്നൊക്കെ കുറ്റം പറയാമെങ്കിൽ പോലും ഈ അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ എത്തിച്ചതെന്നാണ്. ഒന്ന്, നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു, അതായത് ഉപരോധം മറികടന്ന് അവിടെ നിന്ന് ചിലവ് കുറഞ്ഞ ഓയിൽ വാങ്ങുന്നു. അപ്പോൾ അതിന് ഈ താരിഫ് അതിൻ്റെ പേരിൽ ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, നിങ്ങളൊക്കെ വാങ്ങുന്നുണ്ടല്ലോ, ഞങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ, ഞങ്ങൾ വാങ്ങുന്നത് ഞങ്ങളുടെ എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. ഇതിൽ എത്രമാത്രം ആ പറയുന്നത് സത്യസന്ധതയുണ്ടെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങണം, വില കുറഞ്ഞ് നമുക്ക് ഇവിടെ, ഇപ്പോൾ അമേരിക്കയല്ല ആര് പേടിപ്പിച്ചാലും നമുക്ക് വില കുറഞ്ഞ ഓയിൽ ഇവിടെ നിന്ന് കിട്ടി അവിടെ നിന്ന് വാങ്ങിക്കൊള്ളുക, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഓയിൽ വാങ്ങുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ റഷ്യൻ ഓയിൽ വാങ്ങുന്നു, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല. നമ്മളിപ്പോഴും പെട്രോൾ അടിക്കുന്നത് ആ പഴയ പ്രൈസിൽ തന്നെയാണ്. നമ്മൾ ഡീസൽ വാങ്ങുന്നതും പഴയ പ്രൈസിൽ തന്നെയാണ്. അപ്പോൾ ഈ ഓയിൽ വാങ്ങിയത് ആർക്ക് വേണ്ടിയാണ്? വാങ്ങിയത് റിലയൻസിനും നയാരയ്ക്കും വേണ്ടിയാണ്. റിലയൻസ് ഏതാണ്ട് കോടിക്കണക്കിന് ഡോളറിൻ്റെ ലാഭമാണ് അതുകൊണ്ടുണ്ടാക്കുന്നത്. അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു, ഇവിടുന്ന് റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്കും US-ലേക്കും കയറ്റി അയച്ച് അവർ കോടിക്കണക്കിന് ഡോളർ ലാഭം ഉണ്ടാകുന്നു. നയാര അങ്ങനെ ഉണ്ടാക്കുന്നു. എന്നാൽ ഈ വാങ്ങുന്ന പെട്രോൾ, ക്രൂഡ് ഓയിൽ ഇന്ത്യയിലെ പൊതുമേഖല എണ്ണ കമ്പനിയും വാങ്ങുന്നുണ്ട്, അവർക്കും ലാഭം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് നാട്ടുകാർക്ക് ലാഭമുണ്ടോ? ഇല്ല. നമ്മുടെ ഓയിൽ പ്രൈസ് ഇവിടെ കുറയുന്നില്ല. അതായത് റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ഓയിൽ വാങ്ങിയെന്ന് കരുതി നമുക്കൊരു ലാഭവും ഉണ്ടാകുന്നില്ല. ഓക്കെ, ഇനി പെട്രോളിയം കമ്പനികൾക്ക്, ഈ പറയുന്ന റിലയൻസിനും നയാരയ്ക്കും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങി. ആ ഓയിൽ വാങ്ങിയതിൻ്റെ ഗുണം ഇന്ത്യക്കാർക്ക് ആർക്കുമില്ല, പക്ഷേ നഷ്ടം ആർക്കുണ്ടാവുന്നു? ഈ റഷ്യയുടെ ഓയിൽ വാങ്ങുന്നതുകൊണ്ടാണല്ലോ താരിഫ് വരുന്നത്. അപ്പോൾ താരിഫ് വരുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു. നമ്മുടെ GDP 1% കുറയുന്നു.
നമുക്ക് വലിയ തോതിലുള്ള കയറ്റുമതി ഇടിവുണ്ടാകുന്നു. മറ്റൊന്ന് ഡോളറിനെതിരെയും യുവാനെതിരെയും ചൈനീസ് കറൻസി എതിരെ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞു താഴുന്നു. അപ്പോൾ ഇന്ത്യ വലിയൊരു ഷോക്കിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തിനു വേണ്ടി? ഈ അദാനിക്കും നയാരയ്ക്കും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതിൻ്റെ പേരിൽ അല്ലേ? അതല്ല, അപ്പോൾ ഇന്ത്യയിലെ ഓയിൽ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയാണ്, ഇന്ത്യയിലെ ഇന്ധന സുസ്ഥിരതയ്ക്ക് വേണ്ടിയാണ് റഷ്യയിൽ ഞങ്ങൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അതിന് ന്യായമുണ്ടാകുമായിരുന്നു. എപ്പോൾ? അതനുസരിച്ച് ഇവിടെ പെട്രോൾ പ്രൈസ് കുറഞ്ഞിരുന്നെങ്കിൽ. ഇത് അങ്ങനെയല്ല ഉണ്ടായത്. ഈ രണ്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്കുള്ള താരിഫ് കൂട്ടുന്നത് വഴി ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് തൊഴിലുകൾ നഷ്ടപ്പെടുന്നു. ഇന്ത്യയുടെ കയറ്റുമതി ഇല്ലാതാകുന്നു. ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി ദുർബലമാകുന്നു. ഇന്ത്യയുടെ GDP താഴുന്നു. ഇതിന് ഉത്തരവാദി ആരാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇതിനെങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇന്ത്യ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എന്താണ് GST ഘടന മാറ്റിയിട്ടുണ്ട്, GST കുറച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. മറ്റ് രാജ്യങ്ങളുമായി ഹ്രസ്വകാല വ്യാപാര കരാർ ഉണ്ടാകുന്നു. കൂടുതൽ എക്സ്പോർട്ടുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ത്യയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് മറ്റിടങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദന രംഗം വളരെ മുരടിച്ച അവസ്ഥയിലാണ്. കഴിഞ്ഞ 10 വർഷമായി മുരടിച്ച അവസ്ഥയിലാണ്. ഇന്ത്യയിൽ ഇതിന് പുതുതായിട്ട് തുടങ്ങിയപ്പോൾ മൊബൈൽ ഫോണുകൾ ധാരാളമായി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒഴിച്ചാൽ ഇന്ത്യയുടെ പരമ്പരാഗതമായ കയറ്റുമതി രംഗം മുഴുവൻ മുരടിപ്പിലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ടെക്സ്റ്റൈൽസ് തന്നെ എടുക്കുക. അപ്പോൾ അമേരിക്കയിലേക്കുള്ള ഏറ്റവും കൂടുതൽ കയറ്റുമതി ടെക്സ്റ്റൈൽസ് ആണല്ലോ. അതിൻ്റെ മോണോപോളി തന്നെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. അത് ബംഗ്ലാദേശും മ്യാൻമറുമാണ്. ഇപ്പോൾ അത് മ്യാൻമർ പോയിട്ട് വിയറ്റ്നാമുമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അവർക്കാണ് കൂടുതൽ ഓർഡറുകളുള്ളത്, ഇന്ത്യക്കല്ല. ഇന്ത്യയേക്കാൾ കൂടുതൽ ആ രംഗത്ത് വളർച്ച പ്രാപിക്കുന്നത് ബംഗ്ലാദേശും വിയറ്റ്നാമുമാണ്. അപ്പോൾ എല്ലാ രംഗത്തും തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ താരിഫ് വാർ വരുന്നത്. അവിടെ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ചെയ്യേണ്ടതല്ല. 1ാം ട്രംപിൻ്റെ കാലത്ത് ചെയ്യേണ്ടതായിരുന്നു. 1ാം ട്രംപിൻ്റെ കാലത്ത് തന്നെ ഇതിൻ്റെ സൂചനകൾ അദ്ദേഹം തരുന്നുണ്ട്, ട്രംപ് തരുന്നുണ്ട്. അത് ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മിയിലെ ഈ അന്തരം ട്രംപ് പല ഘട്ടങ്ങളിൽ ഈ സുഹൃത്തായിരിക്കുമ്പോൾ തന്നെ ഹൗഡി മോഡി നടത്തുമ്പോഴും നമസ്തേ ട്രംപ് നടത്തുമ്പോൾ തന്നെ പലപ്പോഴായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അമേരിക്കയെ കയറ്റുമതി ആശ്രയിക്കാതെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണി മറ്റിടങ്ങളിൽ കണ്ടെത്തണമായിരുന്നു. 2016 മുതൽ ഈ സൂചന ഉണ്ടായിട്ടും നമ്മൾ ചെയ്തില്ല. 2ാം വട്ടം വന്നപ്പോൾ ട്രംപ് ഇത് നടപ്പാക്കി അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നു. ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യത്തിൽ ഒരു കോർപ്പറേറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഇപ്പോഴത്തെ ഈ തീരുവായുദ്ധം നേരിടുകയാണ്. നിഷാദ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ തൊഴിലാളികളെയാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നിരവധി ചരക്കുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഇപ്പോൾ ഇത് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം കേരളത്തിനൊക്കെ അതിഭീകരമായി ബാധിക്കുന്നൊരു സംഭവമല്ലേ ഇത്? കേരളത്തെ ഭയങ്കരമായി ബാധിക്കും. നമ്മളിപ്പോൾ വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഈ ചെമ്മീൻ കയറ്റുമതിയാണ്. ചെമ്മീൻ കയറ്റുമതി കേരളത്തിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഏരിയ കവർ ചെയ്യുന്ന നമ്മളാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഏതാണ്ട് 7000 കോടിയോളം രൂപയുടെ കയറ്റുമതി നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിലേതാണ്ട് 40% അമേരിക്കയിലേക്കാണ്. അപ്പോൾ അതിന് പോകുന്നില്ലെന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആര് പറയും? അതിന് നഷ്ടം ആര് സഹിക്കും? കശുവണ്ടി, ടെക്സ്റ്റൈൽ, കയർ, ഇതൊക്കെ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട വിപണികളിലൊന്ന് അമേരിക്കയാണ്. അവിടേക്ക് ഈ സംഗതിയൊന്നും പോകാൻ കഴിയാത്ത വിധം തീരുവ കയറ്റി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം എന്തായിരിക്കും? കേരളത്തിന് മാത്രമേ ഈ സാമ്പത്തിക വർഷം ഏതാണ്ട് 3000 കോടിയോളം രൂപയുടെ നഷ്ടം ഈ തീരുവായുദ്ധം വഴി ഉണ്ടായേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ അതിന് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം എനിക്ക് തോന്നുന്നത്. നമ്മൾ വലിയൊരു നടുക്കടൽ നിൽക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ തൊഴിലാളികളെ വലിയ തോതിൽ ബാധിക്കുന്ന ഒന്ന് ടെക്സ്റ്റൈൽ മേഖല തൊഴിലാളികളെ വലിയ തോതിൽ ബാധിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ പറഞ്ഞ വജ്രവ്യാപാര മേഖല തൊഴിലാളികളെ ബാധിക്കുന്ന ഒന്നാണ്. കശുവണ്ടി തൊഴിലാളി മേഖല, കയർ മേഖല, ഒപ്പം ഈ പറഞ്ഞ ചെമ്മീൻ മേഖല, ഇതെല്ലാം തൊഴിലാളികൾ നേരിട്ട് ഇടപെടുകയും അവരുടെ ദൈനംദിന ജീവിത വരുമാന മാർഗവുമാണ്. അവയെല്ലാം നിൽക്കാൻ പോവുകയാണ്. നോക്കൂ അമൃത, അതായത് നോട്ട് നിരോധനം നടപ്പിലാക്കിയ കാലം ഓർമ്മയുണ്ട്. നോട്ട് നിരോധനം നടപ്പിലാക്കിയ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ തൊഴിൽ നഷ്ടം ഉണ്ടായത്. 50 ലക്ഷത്തോളം പേർക്കെങ്കിലും തൊഴിൽ പോയി എന്നാണ് അനൗദ്യോഗികമായി പുറത്തു വരുന്ന വിവിധ കണക്കുകൾ പറയുന്നത്, വിവിധ പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. തൊഴിൽ പോവുക എന്ന് വെച്ചാൽ ചെറുകിട വ്യാപാര മേഖലയുമായി നിൽക്കുന്ന 100 കണക്കിന് ആളുകൾക്ക്, ആയിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് മനുഷ്യർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവർക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം തകർന്നുപോയ മേഖലകളുണ്ട്. നോട്ട് നിരോധനം 50 ദിവസം കൊണ്ട് ഞാൻ പരിഹരിച്ചു തരാമെന്നായിരുന്നു മോദിയുടെ വാഗ്ദത്തം. എത്ര വർഷം കഴിഞ്ഞു അതിൻ്റെ നടുക്കത്തിൽ നിന്ന്, നടുവൊടിഞ്ഞതിൽ നമ്മളൊന്ന് കരകയറി വരാൻ എന്നോർക്കണം. ഇപ്പോഴും അതിൽ നിന്ന് കരകയറി വരാത്ത, ആ വഴിക്ക് ബിസിനസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുണ്ട്. അതിനുശേഷം നമ്മുടെ തൊഴിൽ മേഖല അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കെടുതിനാണല്ലോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്നുവെച്ചാൽ 100 കണക്കിന് ആളുകൾക്ക് അവരുടെ സംരംഭങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്.
ഏതാണ്ട് ഒരു 60,000-ഓളം എന്താ പറയുന്നത് ഈ സംരംഭകരെ നേരിട്ട് ബാധിക്കാൻ പോവാണ്. സംരംഭകരല്ല, കയറ്റുമതിക്കാരെ ബാധിക്കാൻ പോവാണ്. സംരംഭകർ പിന്നെയും അതിൻ്റെയും 10 മടങ്ങ് വരും. കയറ്റുമതിക്കാരായ മനുഷ്യരെ വൻതോതിൽ ബാധിക്കാൻ പോവുകയാണ്. ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ഇപ്പോൾ കെട്ടിക്കിടക്കുന്നു. അതുണ്ടാക്കാൻ നഷ്ടം. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മേജർ കയറ്റുമതി മേഖലകൾ എന്ന് പറയുന്ന ഒന്ന് അമേരിക്കയാണ്. അവിടേക്ക് ഇതൊക്കെ പോകാതെ വന്നാൽ ഇതിനെന്താണ്? അപ്പം ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ എന്താണ്? അത് ഗവൺമെൻറ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ഈ കയറ്റുമതിക്കാർ നഷ്ടം അനുഭവിക്കുന്ന മനുഷ്യർ, അവരോട് സർക്കാരിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്താണ്? തൊഴിൽ നഷ്ടപ്പെട്ട മനുഷ്യർ, എല്ലാ ദിവസവും ഇനി തൊഴിലില്ല, കാരണം ഈ സംഗതി പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? അവരോട് സർക്കാരിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഇപ്പോൾ നോട്ട് നിരോധനം 50 ദിവസം കൊണ്ട് പരിഹരിക്കാമെന്നത് പറഞ്ഞ വ്യാജമായ വാഗ്ദാനങ്ങളിലൂടെ ഈ ഇൻഡസ്ട്രി മുഴുവൻ തകരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാനാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഓഹരി വിപണി വീഴുകയാണ്. ഇതാ റെക്കോർഡ് മൂല്യത്തിലിടിഞ്ഞു. ഇന്നിപ്പോൾ ഈ മൊമെൻറ്റിൽ ഏത് നമ്മുടെ രൂപ. എന്താ ഗവൺമെൻറ് മറുപടി എന്താണെന്നുള്ളതാണ് മൗലികമായ ഇവിടുത്തെ ചോദ്യം. ഒരു മറുപടിയും സർക്കാരിന് പറയാനില്ല. നേരത്തെ ഇപ്പോൾ രഘുറാം രാജൻ പറയുന്നുണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ്. രഘുറാം രാജൻ നമ്മുടെ മുൻ RBI ഗവർണറാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു നമ്മൾ എന്തിനാണ് ഈ തീരുവ യുദ്ധത്തിൻ്റെ പേരിൽ സഫർ ചെയ്യുന്നത്? റഷ്യയിലെ എണ്ണയ്ക്ക് വേണ്ടിയാണോ? അപ്പോൾ റഷ്യയുടെ എണ്ണ ഭയങ്കരമായ ഡിഫറൻസിൽ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് റഷ്യൻ എണ്ണയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ വാശി പിടിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു, ശരിയാണ്, റഷ്യൻ എണ്ണ ഇപ്പോൾ വാങ്ങിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ വേണമെങ്കിൽ വലിയ സാമ്പത്തിക ലോസൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ എടുത്താൽ പൊളിറ്റിക്കലി പരാജയപ്പെട്ടു പോകും. കാരണം അമേരിക്കയുടെ ഒരു സമ്മർദ്ദത്തിന് ഇന്ത്യയെ പോലും രാജ്യം വഴങ്ങി എന്ന മട്ട് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ തീരുമാനം വേഗത്തിൽ എടുക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങളതിനെ മുന്നേ മനസ്സിലാക്കിയിട്ട് കൗണ്ടർ പ്ലാൻസ് നിങ്ങൾ ഉണ്ടാക്കുന്നതിന് നിങ്ങൾ പരാജയപ്പെട്ടു പോയില്ലേ? ഇപ്പോൾ റഷ്യൻ എണ്ണ എന്ന് പറഞ്ഞാൽ വലിയ ലാഭത്തിൽ കിട്ടുന്നുള്ള വാദമൊന്നും പറയണം. അങ്ങനെ വലിയ ലാഭത്തിലൊന്നും കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം, ശരി, നിങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു, അത് നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നു, കയറ്റി അയക്കുന്നു. ഫാജിം സാറല്ലേ, 50,000 കോടിയാണ് ലാഭം ഉണ്ടാക്കിയത്. ആരാണ്? റിലയൻസും നയാരെയും. നമ്മളവർക്ക് ഇവിടെ വരുന്നു, നമ്മുടെ എല്ലാം പെട്രോൾ വില കുറയുന്നു, അല്ലെങ്കിൽ പോട്ടെ നമുക്ക് കുറഞ്ഞില്ലെങ്കിലും സർക്കാരിന് കിട്ടുന്നു, സർക്കാർ കൊണ്ട് റോഡും പാലവും ഉണ്ടാക്കുന്നു എന്നൊക്കെ വിചാരിച്ച് അങ്ങനല്ല. കമ്പനികളാണ് നടത്തുന്ന കൊള്ള മുഴുവൻ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ജാംനഗറിലെ വലിയ റിഫൈനറി ഉണ്ട്. അവിടെ റിലയൻസ് ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടത്തി വൻ പൈസ ഉണ്ടാക്കാനുണ്ട്. രഘുറാം രാജൻ ചോദിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വൻ ലാഭം ഉണ്ടല്ലോ, ആ ലാഭത്തിൽ നിന്നൊരു പോർഷൻ എടുത്ത് ഇപ്പോൾ ഈ ദുരിതം അനുഭവിക്കുന്ന കയറ്റുമതിക്കാർക്ക് കൊടുക്കുമോ? കാരണം അതുവഴിയാണല്ലോ ഈ ദുരന്തം ഉണ്ടായത്. അപ്പോൾ വൻ ഹ്യൂജ് ലാഭം കിട്ടുകയാണ്. ആ ലാഭം നിങ്ങളിവിടെ കൊടുത്തത് മാനേജ് ചെയ്യാൻ തയ്യാറുണ്ടോ? അത്തരം ചോദ്യങ്ങളെ സർക്കാർ അഡ്രസ്സ് ചെയ്ത് എന്താണ് പരിഹാരമാർഗ്ഗം എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. ഗവൺമെൻറ് അതിലേക്ക് ഇൻ ചെയ്തിട്ടില്ല. അതിന് കാരണം എന്നറിയാമോ? എന്താണ് ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല, ചെയ്യേണ്ടതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഇപ്പോൾ അമേരിക്കയോട് തോക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ പ്ലാൻ എന്താണ്? നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി നമ്മൾ ഇതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നു? എന്തൊക്കെ തരത്തിലുള്ള വേറെ ബിസിനസ് പ്ലാനുണ്ട്? നമ്മുടെ മൊത്തം കയറ്റുമതിയെ ബാധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ GDP ആകമാനം ബാധിക്കാൻ പോവുകയാണ്. നമ്മുടെ തൊഴിൽ നഷ്ട നിരക്കെന്ന് പറയുന്നത് 50 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ദുരന്തത്തിൽ നിൽക്കുകയാണ്. അത് വലുതായിട്ട് കൂടാൻ പോകുന്നു. നമ്മുടെ പ്രോഡക്റ്റുകളുടെ എല്ലാം അന്താരാഷ്ട്ര വിപണിയിലെ സാധ്യത കുറയാൻ പോകുന്നു. ഇവിടെ ആഭ്യന്തര മാർക്കറ്റിൽ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. ഗവൺമെൻറ്റിന് ഇപ്പോഴും ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ല. ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഇതുമൂലം ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങളും ദുരന്തങ്ങളും ആഘാതങ്ങളും പുറത്തു വരാതിരിക്കുന്നതിനെക്കുറിച്ചാണ്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നില്ല. അമേരിക്ക നമുക്ക് തന്നിരിക്കുന്ന ഒരു പണി, നമുക്ക് എന്തുമാത്രം വലിയ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അധികം സംസാരിക്കുന്നില്ല. മറിച്ച് മോദി കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ട്രംപ് വിളിച്ചിട്ട് മോദി ഫോൺ എടുത്തില്ല. ധീരമായ നിലപാട് നമ്മുടെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ആഫ്റ്റർ ഓൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചും അതിന് പരിഹാരം ഉണ്ടാക്കാനും ഭരണകൂടം എന്ന് ഇടപെടൽ നടത്തുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് അതിനെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, സർക്കാർ അത് ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ പരാജയപ്പെടുന്ന സന്ദർഭമാണ്, തർക്കമില്ല. കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലൊരു തീരുവ യുദ്ധം നടന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇങ്ങനെ ഭയങ്കര ലോസ് ഒന്നും വരാൻ പോകുന്നില്ല. അമേരിക്ക വേറെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അമേരിക്ക നമ്മളെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു രാജ്യമല്ല. രഘുറാം രാജൻ തന്നെ പറയുന്നുണ്ട്, നമ്മൾ അമിതമായ ഒരു ആശ്രയം ഇപ്പം നമ്മൾ ചൈനയെ മാത്രം ആശ്രയിക്കുക, റഷ്യയെ മാത്രം ആശ്രയിക്കുക, അമേരിക്കയെ മാത്രം മേജർ ആശ്രയ കേന്ദ്രമാക്കി വെച്ചാൽ അവരെവിടെയെങ്കിലും നമുക്കൊരു ലോക്ക് തന്നാൽ നമ്മൾ മൊത്തത്തിൽ പാളും. അപ്പോൾ നമ്മുടെ ആ കാര്യത്തിലുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ നൈരൂപീകരണത്തിൽ നമ്മുടെ കരാറുകളിലെല്ലാം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ സമഗ്രമായ ഒരു അഴിച്ചുപണിയും പുതിയ പ്ലാനും ഒക്കെ സർക്കാരിന് മുമ്പിലേക്ക് വരേണ്ടതാണ്. അതിലേക്ക് ഗവൺമെൻറ് എത്തുമെന്നറിയാം. നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, ഈ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകളുണ്ടായ 2 സന്ദർഭങ്ങളെ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. ഒന്ന് എന്താണ് ഈ പറഞ്ഞ നോട്ട് നിരോധനം, ഒന്ന് തീരുവ യുദ്ധം. ഇത് രണ്ടിലും അനുഭവിച്ചതാരാണ്? മറ്റത് ട്രംപ് വിളിച്ച ഫോൺ എടുക്കാത്ത ധീരനായ പ്രധാനമന്ത്രി എന്നുള്ള തലക്കെട്ടൊക്കെ ഗംഭീരമാണ്. പക്ഷെ അനുഭവിക്കുന്ന ഏറ്റവും തട്ടിക്കിടക്കുന്ന ടെക്സ്റ്റൈൽ തൊഴിലാളിയാണ്, കയർ തൊഴിലാളിയാണ്, കശുവണ്ടി തൊഴിലാളിയാണ്. അവരനുഭവിക്കുന്നത്. അതിന് സർക്കാർ മറുപടി പറയും, പരിഹാരം ഉണ്ടാക്കാൻ വേണം. ഈ റിലയൻസും നയാരയ്ക്കും കിട്ടുന്ന ലാഭത്തിൻ്റെ പങ്ക് കൊടുത്തിട്ട് അവരുടെ പ്രശ്നം തീർക്കാൻ പറ്റുമോ? എങ്കിൽ അത് ചെയ്യും. അല്ലാതെ റിലയൻസ് ലാഭമുണ്ടാക്കാൻ തുടരും, അത് ഇന്ത്യയുടെ പ്രൈഡിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കശുവണ്ടി തൊഴിലാളി അനുഭവിച്ചോണം എന്നാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അതെ, അനുഭവിക്കുന്നത് സാധാരണ തൊഴിലാളികൾ തന്നെയാണ്. ഈ പ്രശ്നം നേരത്തെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെ തന്നെയാണ് നമ്മൾ പരാജയപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ.